കുമാർ വെള്ളാലത്തിൽ കൂടി ചേരുന്നുണ്ട്. ശാന്തകുമാർ, തിരുനാവായയിലും വലിയ തിരക്കാണോ ഇന്നിപ്പോൾ അനുഭവപ്പെടുന്നത്? തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ്. തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ത്രിമൂർത്തി സംഗമമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഈ നവാമുകുന്ദ ക്ഷേത്രം പുഴയ്ക്കിക്കര, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ശിവക്ഷേത്രവും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ഉള്ളത്. അപ്പോൾ അതൊരു ത്രിമൂർത്തി സംഗമ ഭൂമിയായിട്ട് കാണുകയും അവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് രാവിലെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. ഏകദേശം 15ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ അവർ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പിന്നീട് ഈ ഭാരതപ്പുഴയിൽ ഇറങ്ങി കുളിച്ചുകൊണ്ട് ആണ് ഇവരുടെ ഈ ചടങ്ങുകളെല്ലാം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ ഭാരതപ്പുഴയുടെ തീരത്ത്, നീളാതീരത്ത് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യം തിരുനാവായിൽ വളരെ പണ്ടുകാലം മുതൽ തന്നെയുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. അത് ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും അത് ആളുകളുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ തിരുനാവായെ സംബന്ധിച്ചോളം ഇത് ഈ കർക്കിടക ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന ഒരിടമാണ്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പോവുക എന്നുള്ളത് ഈ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർ എല്ലാവരും ഇവിടെ എത്തി ഇത്തരം ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏകദേശം പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ ഈ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരുന്നു. ഇവിടെ വലിയ സുരക്ഷാ സംവിധാനവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാരണം ഭാരതപ്പുഴയിൽ നല്ലപോലെ വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഇവയെല്ലാം മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ വളണ്ടിയർമാരുടെ എല്ലാം നേതൃത്വത്തിൽ അത്തരം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി തന്നെയാണ് ഇപ്പോൾ ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഇത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ ഇത് നീളും. കാരണം ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ തിരിഞ്ഞാണ് ഓരോ ചടങ്ങുകൾ നടക്കുന്നത്. ഏകദേശം ഓരോ ഗ്രൂപ്പുകൾക്കും ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും. ആ 15 മിനിറ്റാണ് ഓരോ ഗ്രൂപ്പിനും ഉള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പ് വരാൻ കഴിയുള്ളൂ. അപ്പോൾ വലിയ ഒരു നീണ്ട നിര ഇതിന് പുറത്ത് ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്. കാരണം വളരെ നേരത്തെ എത്തിയവരാണ് പലരും. ഇപ്പോഴും ആ ചടങ്ങ് പൂർത്തീകരിക്കുന്നു. കാരണം 15ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകളാണ് രാവിലെ 2 മണി മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഹർഷൻ, ശാന്തകുമാറാണ് മലപ്പുറത്ത് നിന്ന് തിരുനാവായയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വരക്കൽ ബീച്ചിൽ നിന്ന് സരീഷും ചേരുന്നു. സരീഷ്, എങ്ങനെയാണ് വരക്കൽ ബീച്ചിലെ തിരക്ക്? ആയിരങ്ങളാണ് ഇവിടെയും ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. ഈ 4 കൗണ്ടറുകളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ 4 സമിതികളുടെ നേതൃത്വത്തിലാണ് ഉള്ളത്. ഒന്ന് ഈ വരക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വരക്കൽ ഈ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഇടവും, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമായി ഒരു വേദി, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രയോഗത്തിൻ്റെ ഭാഗമായി ഒരു വേദി. അങ്ങനെ 4 വേദികളിലായാണ് ഇപ്പോൾ യജ്ഞം നടക്കുന്നത്. പിതൃതർപ്പണം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷം തങ്ങളുടെ വിട്ടുപോയവരെയും അതോടൊപ്പം തന്നെ മുൻപ് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവർക്ക് ഏറ്റവും ഒരു ദിവസമെങ്കിലും അവരെ ഓർക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ളൊരു കർമ്മം ചെയ്യുക, അതിനു വേണ്ടിയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം എന്ന രീതിയിലാണ് എല്ലാവരും ഈ വരക്കൽ ബീച്ചിലേക്ക് എത്തുന്നത്. വരക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി കിടക്കുന്ന ഒരിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയും പിതൃതർപ്പണം നടത്തുകയും ചെയ്യുന്നത് പതിവാണ്. ചേട്ടാ, എല്ലാ വർഷവും എത്താറുണ്ടോ? ഇല്ല, ഇത് 3ാമത്തെ വർഷം. 3ാമത്തെ തവണയാണ്. എല്ലാവരും കൂടെയാണ് വിട്ടത്? ഞാനും മോനുമാണ്. അച്ഛൻ്റെ എല്ലാവരും ആദ്യമായിട്ടാണോ? അല്ലല്ല, അച്ഛനോട് വരലുണ്ടോ? 3 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി, അതായത് പിതൃക്കൾക്ക് വേണ്ടി തുടർച്ചയായി ചെയ്യുന്നവരുണ്ട്, ആദ്യമായി ഇവിടെ എത്തുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഒരുപക്ഷെ നമുക്ക് കാണാം. ഏതാണ്ട് ഈ കടലിൻ്റെ ഈ ഭാഗത്ത് നിന്നും ആരംഭിച്ച് ഏതാണ്ട് ഏറ്റവും അങ്ങേ ഭാഗം വരെയുള്ള സ്ഥലത്ത് മുഴുവൻ ആളുകളായി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഭാഗത്തു നിന്നും പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുക, അതിന് കാർമ്മികത്വം വഹിക്കുന്നവരുണ്ട്. അവരുടെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി അവിടെ തർപ്പണ ചടങ്ങുകൾ നടത്തുക. അതിനുശേഷം ബീച്ചിലേക്ക് ഇറങ്ങി
ബീച്ചിൽ കടലിലേക്ക് തർപ്പണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴുക്കി വിടുന്ന രീതിയിലുള്ള ചടങ്ങാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഈ വാവ് ദിവസം അവരുടെ പിതൃക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടി ഈ ഏതെങ്കിലും രീതിയിലുള്ള തർപ്പണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ തർപ്പണം നടത്തിയാൽ ഏതാണ്ട് 7 തലമുറയോളം പാപമോക്ഷം ലഭിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള മോക്ഷ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഈ പിതൃതർപ്പണത്തോടെ 7 തലമുറയ്ക്ക് മോക്ഷം ലഭിക്കും എന്നൊരു വിശ്വാസമാണ് ഹൈന്ദവ ആചാരപ്രകാരം ഉള്ളത്. അങ്ങനെയാണ് ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഈ തർപ്പണ ചടങ്ങുകൾ നടത്തുന്നതും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. ചേച്ചി സ്ഥിരമായിട്ട് വരുന്നതാണോ? എല്ലാ വർഷവും ഇടുന്നതാണോ? എല്ലാ വർഷവും ഇടും. ഈ വരക്കൽ തന്നെയാണോ? വരയ്ക്കൽ തന്നെ വരാം. തർപ്പണം നടത്തിയിട്ട് പോകും, അങ്ങനെയാണോ? അല്ലെ അമ്പല ദർശനങ്ങളുണ്ടോ? അമ്പല ദർശനം ഉണ്ട്. എല്ലാ വർഷവും വന്ന് ദർശനം നടത്തിയതിനു ശേഷം പോകും. ശരി. അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, നമുക്ക് ഒരുപക്ഷെ നീണ്ട നിര കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ആളുകൾ ഈ വരക്കലിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വരക്കൽ ദേവി ക്ഷേത്രം, അവിടെ ഈ ദിവസം വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് ഈ വാവ് ദിവസമാണ്. അങ്ങനെ അവിടെ പോയി ദർശനം നടത്തി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തി പിതൃതർപ്പണം നടത്തി വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുകയും പിതൃതർപ്പണം നടത്തുകയും ചെയ്യുന്നത് ഈ വരക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ വരക്കലിലെ ഈ ബീച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചതാണ്. ഒരുപക്ഷെ ഇന്ന് ഉച്ചവരെ ഇത് നീളും എന്ന് തന്നെയാണ്. കാരണം റോഡിൽ വലിയ നീണ്ട നിര കാണാം. അവരെല്ലാം തന്നെ പിതൃതർപ്പണത്തിനായി കാത്തു നിൽക്കുന്നവരാണ്.